എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പഠിതാക്കളെ, നമസ്കാരം. നിങ്ങളെല്ലാവരെയും എൻ്റെ 44ാമത്തെ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് ഞാൻ ഹാർദവമായി, ഊഷ്മളമായി, സാദരം, സസന്തോഷം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഈ ക്ലാസ് അല്പം വൈകി. വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. കൂടാതെ എനിക്ക് അസുഖം ബാധിച്ചു. അതൊക്കെ കാരണമാണ് വൈകിയത്. അപ്പം എൻ്റെ ക്ലാസ്സിൽ ആയി കാത്തിരുന്നവരോട് ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. പഠിതാക്കളെ കുറച്ച് സംശയങ്ങൾ കൂടി തീർക്കുവാനുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ അത് കഴിഞ്ഞ ക്ലാസ്സിൽ തീർക്കാനായില്ല. അതിന് കാരണം എന്താ വെച്ചാൽ ഞാൻ എടുക്കാത്ത ഭാഗത്തിൽപ്പെട്ടതായിരുന്നു ആ സംശയങ്ങൾ. എന്തായാലും അടുത്ത് തന്നെ അത് എടുക്കുന്ന ക്ലാസ്സിൽ ഞാൻ ആ സംശയം തീർത്ത് തന്നെയായിരിക്കും. എൻ്റെ പഠിതാക്കളൊരു അഭ്യർത്ഥന ഇതാണ്: നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതാൻ മടിക്കരുത്, അമാന്തിക്കരുത്. കാരണം ആ സംശയങ്ങൾ ഞാൻ വായിക്കുമ്പോൾ എനിക്കറിയാം എന്താണ് പഠിതാക്കളുടെ പ്രശ്നങ്ങളെന്നും അവ ദൂരീകരിക്കാൻ തക്ക വിധം ഞാൻ ക്ലാസ് ഡിസൈൻ ചെയ്യുമ്പോൾ അത് ഡിസൈൻ ചെയ്യാൻ എനിക്ക് കഴിയും. അപ്പോൾ എനിക്ക് ആ ക്ലാസ്സുകളിലൊക്കെ അത് വ്യക്തമാകുന്ന ഉദാഹരണം പറഞ്ഞു തരാൻ കഴിയും. അപ്പം അങ്ങനെ ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായി നമ്മൾ 3 ടൈപ്പ് വാചകങ്ങളെക്കുറിച്ചാണ് പഠിച്ചു വന്നത്. അതാണ് ഇത് ബോർഡിൽ ഇപ്പോൾ എഴുതിയിട്ടുള്ളത്. 3 ടൈപ്പ് വാചകങ്ങളെ കുറിച്ചാണ് നമ്മൾ പഠിച്ചു വന്നത്. അവ നമ്മൾ കമ്പാരിറ്റീവ് സ്റ്റഡി ചെയ്തപ്പോൾ അവിടെ ഘടന നമുക്ക് മനസ്സിലായി. അവ നല്ല സാമ്യമുണ്ട് അല്ലേ? അതിൽ എല്ലാത്തിലും ആദ്യം വരുന്നത് സബ്ജക്റ്റ്, രണ്ടാമത് വരുന്നത് വെർബ് എന്ന് നമുക്ക് ഉറപ്പായി, മൂന്നാമത് ഓബ്ജക്റ്റ് ഇല്ലെങ്കിൽ പിന്നെ അഡ്വർബ് വരും, ഓബ്ജക്റ്റ് ഉണ്ടെങ്കിൽ ഓബ്ജക്റ്റുകൾക്ക് ശേഷം അഡ്വർബ് വരും എന്ന് മനസ്സിലായി. അപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്നതാണ് അഡ്വർബുകൾ എന്ന കാര്യം നമ്മൾ മനസ്സിലായി. അപ്പോൾ അഡ്വർബുകളുടെ സ്ഥാനം ഏറ്റവും ഒടുവിലാണെന്ന് നമുക്ക് ഉറപ്പായി ഈ 3 ടൈപ്പ് വാചകങ്ങൾ ഇല്ലേ? പിന്നെ നമ്മൾ വേറെ എന്താണ് പഠിച്ചത്? ചില സന്ദർഭങ്ങളിൽ ഒന്നിൽ കൂടുതൽ അഡ്വർബുകൾ വരും. അങ്ങനെയാണെങ്കിൽ അവസാനം തന്നെ അവയിൽ ഏത് ആദ്യം വയ്ക്കും എന്നും പഠിച്ചു. അതിനെക്കുറിച്ച് ഒരുവിധം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് വേറെ ചില അഡ്വർബുകളെ കുറിച്ച് പഠിക്കാനുണ്ട്. കാരണം അതും കൂടി പഠിച്ചാലാണ് നമുക്ക് ഭംഗിയുള്ള വാചകങ്ങൾ എഴുതാൻ കഴിയും. അവ എന്താണെന്ന് നമുക്ക് നോക്കാം. നമുക്കറിയാം ഇല്ലേ, അതായത് റോഡ് നിയമങ്ങളുണ്ട് എന്നുള്ളത് വാഹനം ഓടിക്കുന്ന എല്ലാവർക്കും അറിയാലോ. ആ ചില നിയമങ്ങൾ പാലിച്ചേ പറ്റൂ ഇല്ലേ? റോഡിൽ വണ്ടി ഓടിക്കുന്നവർ നമ്മൾ മറ്റൊരു വാഹനത്തെ ഓവർടേക്ക് ചെയ്യണമെങ്കിൽ വലതുവശത്ത് കൂടി മാത്രമേ ചെയ്യാവൂ, നമുക്കറിയാലോ. പക്ഷെ എല്ലാ വാഹനം ഓടിക്കുന്നവരും അങ്ങനെ ചെയ്യാറുണ്ടോ? നമുക്കറിയാം. ചില വാഹനം ഓടിക്കുന്നവർ ഇടതുവശത്തു കൂടിയും വലതുവശത്തു കൂടിയും എല്ലാം ഓവർടേക്ക് ചെയ്യും. ഏതാണത്? ബൈക്ക് ഓടിക്കുന്നവരല്ലേ. അവർക്ക് ഈ നിയമമൊന്നും ബാധകമല്ലാത്ത പോലെയാണ് പലരും ഓടിക്കുക. അപ്പോൾ അതേപോലെ ചില അഡ്വർബുകൾ ഇംഗ്ലീഷിലുമുണ്ട്. നമ്മൾ മുൻപ് പഠിച്ച നിയമങ്ങളൊന്നും ബാധകമല്ലാത്ത ഒരു കൂട്ടർ. അത് വളരെ കുറച്ചുള്ളൂ എന്നുള്ളതൊരു ഭാഗ്യമാണ്. അത് നമ്മൾ കുറച്ചൊക്കെ ബൈഹാർട്ട് പഠിക്കുക, അതന്നെ നിവൃത്തിയുള്ളൂ. അവ ഏതാണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ബോർഡിൽ കുറച്ച് അത്തരം അഡ്വർബുകൾ എഴുതിയിട്ടുണ്ട്. അവിടെ ഒരു പട്ടിക നിങ്ങൾക്ക് അവിടെ നോക്കിയാൽ കാണാം. അഡ്വർബുകൾ അത് ഞാനൊന്ന് വായിക്കാം. പതിവായി, യൂഷ്വലി, പലപ്പോഴും, ഓഫൺ, അപൂർവമായി, റയർലി, ഇടയ്ക്കിടെ, ഫ്രീക്വൻ്റ്ലി, ഒരിക്കലുമില്ല, നെവർ. കുറച്ച് സാമ്പിളായിട്ട് കുറച്ചെന്നെ എഴുതിയാണ്. എന്താണ് ഇവയുടെ പൊതുവായിട്ടൊരു പ്രത്യേകത? ഇതെല്ലാം നോക്കുകയാണെങ്കിൽ നിങ്ങൾ മലയാളം വായിച്ചാലും മതി, ഇംഗ്ലീഷ് അറിയാമെങ്കിൽ ഇംഗ്ലീഷ് വായിക്കുക. ഇതിൽ ഇവയ്ക്ക് പൊതുവായിട്ടൊരു സ്വഭാവമുണ്ട്. എന്താണത്? നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയേ. ഒരുപാട് ലോജിക്കലായി ചിന്തിക്കുന്നവർ എപ്പോഴും നമ്മൾ പഠിക്കാൻ നോക്കേണ്ടത് പ്രത്യേകതകളെ തിരയുകയാണ്. നിങ്ങൾ നോക്കി നോക്കിയേ.
എന്ത് പ്രത്യേകതയാണ് ഇവയ്ക്കെല്ലാം പൊതുവായി കാണുന്നത്? എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഞാൻ പറയാം. രാമൻ അമ്പലത്തിൽ പോകുന്നു. രാമൻ അമ്പലത്തിൽ പോകുന്നു എന്നുള്ളത് രാമൻ പതിവായിട്ട് ചെയ്യുന്ന, പതിവായിട്ടെന്ന് പറയാൻ പറ്റില്ല, ചെയ്യുന്ന ഒരു കാര്യമാണ്. രാമൻ അമ്പലത്തിൽ പോകുന്നു. ആദ്യം നോക്കും, യൂഷ്വലി അത് എല്ലാ ദിവസവും ആവർത്തിക്കുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് രാമൻ അമ്പലത്തിൽ പോകുന്നു, അത് എല്ലാ ദിവസവും ആവർത്തിക്കുന്നു. അപ്പോൾ ഈ രണ്ട് കാര്യമുണ്ട്. രാമൻ അമ്പലത്തിൽ പോകുന്നു എന്നൊരു പ്രവൃത്തി ചെയ്യുന്നു, ആ പ്രവൃത്തി വീണ്ടും വീണ്ടും ദിവസങ്ങളിൽ ആവർത്തിക്കുന്നു. അപ്പോൾ ഈ രണ്ട് കാര്യത്തെയും കൂടി ഒരുമിച്ച് ഒരു വാചകമായിട്ട് നമുക്ക് പറയാം. അപ്പൊ എന്തെങ്ങനെ പറയത്? രാമൻ പതിവായി അമ്പലത്തിൽ പോകുന്നു എന്ന് പറഞ്ഞാൽ ഈ രണ്ട് കാര്യങ്ങളും, ഈ രണ്ട് വാചകങ്ങളെയും ചെറുതാവും ചെയ്ത് ക്ലാരിറ്റിയാവും ചെയ്തു അല്ലേ? അതിനൊരു ബ്യൂട്ടി കൈവരിക്കുകയും ചെയ്തു ഇല്ലേ? അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ രണ്ട് വാചകങ്ങൾ ചെറുതാക്കാം, സമയലാഭം, ഭംഗി, ക്ലാരിറ്റി ഒക്കെ കൈവരും. രണ്ടാമത്, അപ്പോൾ വാസ്തവം പറഞ്ഞാൽ ആ ആവർത്തനത്തിന്റെ തീഷ്ണത എല്ലാ ദിവസവും പോകുന്നു, ഏറ്റക്കുറച്ചിലുകൾ വ്യക്തമാക്കുകയാണ് വാസ്തവത്തിൽ ചെയ്യുന്നത് അല്ലേ? പതിവായി എന്ന് വെച്ചപ്പോൾ എല്ലാ ദിവസവും അത് ആവർത്തിക്കുക എന്ന കാര്യം വ്യക്തമാക്കുകയാണ് ചെയ്യുന്നത്. ഇനി അടുത്ത വാചകം നോക്കുക, രാമൻ അമ്പലത്തിൽ പോകുന്നു, പല ദിവസവും ആവർത്തിക്കുന്നു. എല്ലാ ദിവസവും ഇല്ല. അപ്പൊ നമുക്ക് എങ്ങനെ പറയണം? പല ദിവസവുമാണ് ആവർത്തിക്കുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ, ഈ രാമൻ അമ്പലത്തിൽ പോകുന്നു അത് പല ദിവസവും ആവർത്തിക്കുന്നെങ്കിൽ ആ രണ്ട് വ്യത്യസ്ത കാര്യങ്ങളെ സൂചിപ്പിക്കുന്ന വാചകം എങ്ങനെ ചെറുതാക്കി പറയാം? അതായത് ഇങ്ങനെ പറഞ്ഞാൽ പോരെ, രാമൻ പലപ്പോഴും അമ്പലത്തിൽ പോകുന്നു. ഇനി നോക്കുക, രാമൻ അമ്പലത്തിൽ പോകുന്നു അത് അപൂർവ ദിവസങ്ങളിൽ, അല്ലെങ്കിൽ എങ്ങനെ പറഞ്ഞാൽ മതി? രാമൻ അപൂർവമായി അമ്പലത്തിൽ പോകുന്നു. അപ്പൊ രാമൻ, അപ്പൊ അങ്ങനെ ഇത് വന്നു, റയർലി വന്നു. ഇനി ഇടവിട്ട് ദിവസങ്ങളിലാണ് രാമൻ പോകുന്നു വിചാരിക്കുക. അപ്പോൾ ഈ വാചകവും ഇടവിട്ട് അമ്പലത്തിൽ പോകുന്ന പ്രവൃത്തി ആവർത്തിക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? രാമൻ ഇടയ്ക്കിടെ അമ്പലത്തിൽ പോകുന്നു. രാമൻ അമ്പലത്തിലേ പോകാറില്ല, ഈ പണി ഒരിക്കലും ആവർത്തിക്കാറില്ല. എങ്ങനെ പറയാം? രാമൻ ഒരിക്കലും അമ്പലത്തിൽ പോകുന്നില്ല അല്ലെങ്കിൽ പോകാറില്ല. അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ. അപ്പൊ നമ്മൾ ഇതിന്റെ പ്രത്യേകത എന്താ? ആവർത്തനത്തിന്റെ നിശ്ചയിക്കുന്നതാണ്. ഏറ്റക്കുറച്ചുകളെ സൂചിപ്പിക്കുന്നതിനുള്ള ക്രിയാവിശേഷണങ്ങളാണ് യൂഷ്വലി, ഓപ്പൺ, റയർലി, ഫ്രീക്വന്റ്ലി, നെവർ. ഇതേപോലെയുള്ളത് ഒക്കെ എന്താണ്? ഒരു പ്രവൃത്തി എങ്ങനെ, എത്ര പ്രാവശ്യം ആവർത്തിക്കുന്നു എന്ന് വെച്ചാൽ ആവർത്തിക്കാൻ പറയാം. ഒരു കാര്യം പലതവണ ചെയ്യുന്നതിനാണ് ആവർത്തിക്കാന്ന് പറയാം. ആ ആവർത്തിക്കുന്നതിന്റെ ഏറ്റക്കുറച്ചിലുകളെ സൂചിപ്പിക്കുന്നതിനാണ് ഈ അഡ്വർബുകൾ ഉപയോഗിക്കുന്നത് അല്ലേ? അപ്പോൾ ഇത് അങ്ങനെ ഇതിന്റെ പറയാ, ആവർത്തനത്തെ പറയാം ഫ്രീക്വൻസി എന്നാണ്. ആ ഫ്രീക്വൻസിയെ കുറിക്കുന്ന അഡ്വർബുകളാണ് ഇവ. അപ്പോൾ ഇവ ആണ് എന്ത്, നമ്മൾ മുൻപ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച നിയമങ്ങൾ പാലിക്കാത്ത ചില അഡ്വർബുകളിൽ കുറച്ചെണ്ണം. പക്ഷെ മെയിനായിട്ട് ഭൂരിഭാഗം അത് നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്. പക്ഷെ ഇത് മാത്രം കുറച്ചെണ്ണം കയ്യിൽ നമുക്ക് വളരെ കുറച്ചുള്ളൂ, ഒരു 10-15 താഴെയുള്ളൂ. അങ്ങനത്തെ കുറച്ചെണ്ണാണ് എന്ത് ഇതനുസരിക്കാത്തത്. അപ്പോൾ അവയുടെ സ്ഥാനം എവിടെ, സ്വാഭാവികത്തിനെ കുറിച്ച് സംശയം വരും ഇല്ലേ? അവരുടെ സ്ഥാനത്തെ കുറിച്ച് നമുക്ക് എവിടെയാണെന്ന് നോക്കാം. അപ്പൊ നമുക്ക് ഇവിടെ സ്ഥാനം എവിടെയാണെന്ന് നോക്കാം. നമുക്കറിയാം, ഈ വെർബ് സ്ലോട്ടില് വെർബ് എങ്ങനെ രൂപത്തിലായിരിക്കും? സാധാരണ ഗതിയിൽ ഭൂരിഭാഗം വാചകങ്ങളിലും വെർബ് സ്ലോട്ടില് സഹായിക്കര ഉണ്ടായിരിക്കും, അതുപോലെ മെയിൻ വെർബ് ഉണ്ടായിരിക്കും. അതായത് ഒരു ഹെൽപ്പിംഗ് വെർബ് ഉണ്ടായിരിക്കും, പിന്നെ ഒരു മെയിൻ വെർബ് ഉണ്ടായിരിക്കും. ഹെൽപ്പിംഗ് വെർബ് ഉള്ളതിൻ്റെ
കാര്യത്തിൽ ഹെൽപ്പിംഗ് വെർബിന് ശേഷവും ആണിത് വെക്കേണ്ടത്. ഇപ്പൊ ഹെൽപ്പിംഗ് വെർബ് എന്ന് വെച്ചാൽ 2 തരം ഉണ്ടല്ലേ സാധാരണ വെർബ്, സഹായിക്രിയകള്. അത് ഹെൽപ്പിംഗ് വെർബ് ഈസ്, ആം, ആർ, വാസ്, വേർ, ഹാവ്, ഹാസ് എന്നൊക്കെ പോലെയുള്ള വെർബുകളും പിന്നെ മോഡൽ ആക്സിലറീസ് എന്ന് പറഞ്ഞിട്ടുള്ള വിൽ, ഷാൽ, ക്യാൻ, കം, മേ, മൈറ്റ്, ഷുഡ് അതുപോലത്തെ മോഡൽ ആക്സിലറീസ് അഡ്വർബുകളാണ് ഉള്ളത് നമുക്കറിയാം. അവ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അവയ്ക്ക് ശേഷം വയ്ക്കുക. ഇനി ഇതില്ലാത്ത ഇതാണെന്ന് വിചാരിക്കുക, അതായത് ഹെൽപ്പിംഗ് വെർബ് ഇല്ലാത്ത വെർബ് ഷോർട്ടാന്ന് വിചാരിക്കുക. അപ്പം അതിൽ മെയിൻ വെർബ് ഉണ്ടായിരിക്കും. മെയിൻ വെർബിനെ തൊട്ട് മുമ്പിലായിട്ട് വെക്കുക. അപ്പോൾ അതിൻ്റെ ഉദാഹരണമാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഇവിടെ നോക്കുക, രാമൻ അമ്പലത്തിൽ പോകുന്നു. അതിന് ഇംഗ്ലീഷ് എന്താ? രാമൻ ഗോസ് ടു ടെമ്പിൾ. രാമൻ ഗോസ് ടു ടെമ്പിൾ. അപ്പോൾ അതിലെന്ത് വരില്ല? സഹായിക്കറി ഇല്ല. ഉണ്ട്, ഇൻഡയറക്റ്റ് ആയിട്ടുള്ളത്. ഇതിൽ സഹായിക്കറി കാണാനില്ല, ഇല്ലല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെയാണ് വാചിക്കുക, രാമൻ അമ്പലത്തിൽ പതിവായി പോകുന്നു എന്നാ വിചാരിക്കുക. രാമൻ അമ്പലത്തിൽ പതിവായി പോകുന്നു. ഇവിടെ ഇത് വന്നു അമ്പലത്തിൽ പതിവായി എന്നുണ്ട് വിചാരിക്കുക. പതിവായി അമ്പലത്തിൽ പതിവായി പോകുന്നു. അങ്ങനെ ഉണ്ട് എങ്കിൽ എങ്ങനെ ഇത് വയ്ക്കാം നമുക്ക്? രാമൻ യൂഷ്വലി, കണ്ട ഇത് യൂഷ്വലി എന്നുള്ളത് എവിടെ വെക്കണം? മെയിൻ വെർബിന്റെ തൊട്ട് മുമ്പിലായിട്ട് വെക്കണം. ഇതുപോലെ ബാക്കിയൊക്കെ വെക്കാം. ഇത് മാറ്റി പതിവായി വെച്ചാൽ പലപ്പോഴും ആണെങ്കിൽ രാമൻ അമ്പലത്തിൽ പലപ്പോഴും പോകുന്നു അങ്ങനെ വയ്ക്കാം. രാമൻ ഓഫ്റ്റൻ ഗോസ് ടു ടെമ്പിൾ. കണ്ട മെയിൻ വെർബിന് തൊട്ട് മുമ്പിൽ വയ്ക്കാം. ഇനി ഇത് വെക്കണേ അങ്ങനെ തന്നെ. രാമൻ അമ്പലത്തിൽ അപൂർവമായി പോകുന്നു എന്നുള്ളതാണെങ്കിൽ രാമൻ റൈറ്റ്ലി ഗോസ് ടു ടെമ്പിൾ. ഇനി രാമൻ ഇടയ്ക്കിടെ പോകുന്നു വെച്ചാൽ രാമൻ ഫ്രീക്വൻലി ഗോസ് ടു ടെമ്പിൾ. രാമൻ ഒരിക്കലും അമ്പലത്തിൽ പോകുന്നില്ല എന്ന് വെച്ചാൽ രാമൻ നെവർ ഗോസ് ടു ടെമ്പിൾ. അങ്ങനെ വെക്കണം. ഇനി നമുക്ക് ഇതില്ലാത്തതും ഹെൽപ്പിംഗ് വെർബ് ഉള്ളതിൻ്റെ കാര്യം നോക്കാം. അപ്പോൾ സാധാരണ ഏതിലാണ് ഇപ്പോൾ ഇതില്ലാത്തത്? ഈ സഹായിക്കറി ഇല്ലാത്തത് സിമ്പിൾ പ്രസന്റ് ടെൻസിലും സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ്. അപ്പോൾ ഇവരെ 2 കാര്യത്തിലും നമ്മൾ മെയിൻ വെർബിൻ്റെ തൊട്ട് മുൻപിൽ വയ്ക്കുക. അപ്പോൾ രാമൻ ഇടയ്ക്കിടെ അമ്പലത്തിൽ പോയിരുന്നു എന്ന് വിചാരിക്കുക. പോകുന്നതിന് പകരം പോയിരുന്നു ആണെങ്കിൽ എങ്ങനെ വരും? ഇവിടെ എന്ത് മാറ്റം വരും? ഇടയ്ക്കിടെ അമ്പലത്തിൽ പോയിരുന്നു. പോകുന്നു മാറ്റി പോയിരുന്നു എന്നാണെങ്കിൽ എങ്ങനെയായിരിക്കും വരിക? രാമൻ ഫ്രീക്വൻലി വെന്റ് ടു ടെമ്പിൾ. അപ്പോൾ രാമൻ ഇടയ്ക്കിടെ അമ്പലത്തിൽ പോയിരുന്നു. അപ്പോൾ നമ്മൾ അത് രണ്ടും കണ്ടു. ഒരു പ്രസന്റ് ടെൻസും ഒരു പാസ്റ്റ് ടെൻസും കണ്ടു. ഇതൊക്കെയാണ് കാര്യം. ബാക്കി എല്ലായിടത്തും സിമ്പിൾ പ്രസന്റ് ടെൻസ് സിമ്പിൾ പാസ്റ്റ് ടെൻസിലും മെയിൻ വെർബിന് മുമ്പിൽ വയ്ക്കും. ബാക്കി എല്ലാ വെർബ് ഷോട്ടിലും സഹായിക്കുന്നുണ്ടായിരിക്കും. സഹായിക്രിക്ക് ശേഷമാണ് ഇത് വെക്കേണ്ടത്. നമുക്ക് സഹായിക്രിക്ക് ശേഷം വെക്കുന്നതിൻ്റെ ചില ഉദാഹരണം നമുക്ക് നോക്കാം. ഇപ്പോൾ നമുക്ക് ഈ ഹെൽപ്പിംഗ് വെർബുള്ള വാക്യഖണ്ഡം അഥവാ വെർബൽ ഷോട്ടുള്ള വാചകങ്ങളൊന്ന് പരിശോധിക്കാം. അതിലെങ്ങനെയാണ് നമ്മളിപ്പോൾ പഠിച്ച ആവർത്തനത്തെ സൂചിപ്പിക്കുന്ന അഡ്വർബ് ഉപയോഗിക്കുന്നതെന്ന് കാണാം. ഇപ്പോൾ നമുക്ക് ഈ വാചകം നോക്കാം. മേരി പുത്തൻപള്ളി പലപ്പോഴും സന്ദർശിച്ചിട്ടുണ്ട്. അതിൻ്റെ ഇംഗ്ലീഷ് മേരി ഹാസ് വിസിറ്റഡ് എന്ന് സന്ദർശിച്ചിട്ടുണ്ട്. ഹാസ് വിസിറ്റഡ് സന്ദർശിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് സാധാരണ വെക്കുക. പലപ്പോഴും സന്ദർശിച്ചിട്ടുണ്ട്. പലപ്പോഴും എന്നുള്ളത് ഇതിലെ അഡ്വർബ്. അപ്പോൾ ഈ ഹാസ് വിസിറ്റഡിൻ്റെ ഇടയിൽ ശരിക്കും പറയുകയാണെങ്കിൽ
ഇല്ലെങ്കിൽ, ഈ ഓഫ്റ്റൻ ഇല്ലെങ്കിൽ അത് വരേണ്ടത് ഹാസ് വിസിറ്റഡ് എന്നാണ് വരിക. സന്ദർശിച്ചിട്ടുണ്ട് എന്നർത്ഥത്തിൽ. സന്ദർശിച്ചിട്ടുണ്ട് എന്ന തർജ്ജമ എന്താണ് ഇംഗ്ലീഷ്? ഹാസ് വിസിറ്റഡ്. പലപ്പോഴും വിസിറ്റ് ചെയ്തിട്ട് സന്ദർശിച്ചിട്ടുണ്ട് എന്നാവുമ്പോഴോ പലപ്പോഴും എന്നുള്ളത് ആ വാക്കിന്റെ തുല്യമായ ഇംഗ്ലീഷ് പദമായ ഓഫ്റ്റൻ്റെ ഇടയിൽ വെക്കണം. അതായത് ഈ സഹായക്രിയയ്ക്ക് ശേഷം വെക്കണം. അപ്പൊ മേരി ഹാസ് ഓഫ്റ്റൻ വിസിറ്റഡ് ന്യൂ ചർച്ച്. എനിക്ക് പുത്തൻപള്ളി സന്ദർശിക്കാൻ കഴിയും എന്നാ വിചാരിക്കുക. എനിക്ക് പുത്തൻപള്ളി സന്ദർശിക്കാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഇംഗ്ലീഷ് എന്താണ്? ഐ ക്യാൻ വിസിറ്റ് ന്യൂ ചർച്ച്. എനിക്ക് പുത്തൻപള്ളി, എനിക്ക് ഇത് വേണ്ട, ഇതില്ലാന്ന് വിചാരിക്കുക. ഇടയ്ക്കിടെ എന്നുള്ളത് ഇല്ല എന്ന് വെച്ചാൽ എങ്ങനെയാ ഇംഗ്ലീഷ് വരിക? എനിക്ക് പുത്തൻപള്ളി സന്ദർശിക്കാൻ കഴിയും. അതിൻ്റെ ഇംഗ്ലീഷ് എന്താണ്? ഐ ക്യാൻ വിസിറ്റ് ന്യൂ ചർച്ച്. ഇനി ഇത് ഇടയ്ക്കിടെ എന്ന അഡ്വർബ് ഉണ്ട് വിചാരിക്കുക. അപ്പൊ അതിൻ്റെ ഇംഗ്ലീഷ് അതിന് സമാനമായിട്ടുള്ള ഇംഗ്ലീഷിലെ അഡ്വർബ് ഫ്രീക്വൻലി എന്നാണ്. അതുണ്ടെങ്കിൽ എങ്ങനെയാ വെക്കുക? എനിക്ക് ഇടയ്ക്കിടെ പുത്തൻപള്ളി സന്ദർശിക്കാൻ കഴിയും. അതിൻ്റെ ഇംഗ്ലീഷായ ഐ ക്യാൻ വിസിറ്റ്. ക്യാൻ വിസിറ്റ് സന്ദർശിക്കാൻ കഴിയും. അതിൽ ക്യാന് ശേഷം, സഹായിക്രിക്ക് ശേഷം ഐ ക്യാൻ ഫ്രീക്വൻലി വിസിറ്റ് ന്യൂ ചർച്ച് എന്നത്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അടുത്ത് നോക്കുക. ടോം പുത്തൻപള്ളി സന്ദർശിക്കുകയില്ല. അപ്പോൾ ടോം ഒരിക്കലും പുത്തൻപള്ളി സന്ദർശിക്കുകയില്ല. അപ്പോൾ സന്ദർശിക്കും എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷ് എന്താണ്? വിൽ വിസിറ്റ്. എന്താണ്? വിൽ വിസിറ്റ് എന്നാണ്. എന്നാൽ ഒരിക്കലും ഇല്ല എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷാണ് നെവർ. നെവറിന് ഒരിക്കലും ഇല്ല എന്നർത്ഥമുണ്ട്. അപ്പോൾ ടോം ഒരിക്കലും പുത്തൻപള്ളി സന്ദർശിക്കില്ല എന്ന് പറയുമ്പോൾ ആ നെവർ എന്ന വാക്ക് അതിൽ വരും. ഒരിക്കലും ഇല്ല എന്നുള്ള വാക്ക് വരും. അപ്പോൾ ആ നെവർ എന്ന് എവിടെ വെക്കണം എന്ന് നോക്കി കഴിഞ്ഞാൽ ഈ വില്ലിന് ശേഷം വെക്കുക. അതായത് സഹായക്രിയക്ക് ശേഷം, അത് ഹെൽപ്പിംഗ് വെർബിന് ശേഷം വെക്കുക. അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഒരു കാര്യം മനസ്സിലായല്ലോ. ഈ ആവർത്തനെ സൂചിപ്പിക്കുന്ന യൂഷ്വലി, ഓപ്പൺ, റൈലി, ഫ്രീക്വൻലി, നെവർ, ഇതുപോലെ കുറച്ചെണ്ണം ഉണ്ട്. അത്തരം ഇത് ഉണ്ടെങ്കിൽ അത് ഇങ്ങനെ ഈ വരുന്ന സഹായക്രിയ ഇത് മോഡൽ ആക്ച്വലീസ് ആവാം, അല്ലാത്ത ഇതുപോലത്തെ ആക്ച്വലീസ് ഒക്കെ ആവാം. ആക്ച്വലി ശേഷം തൊട്ട് ശേഷമാണ് അവ വെക്കേണ്ടത് എന്ന കാര്യം നിങ്ങൾ മനസ്സിൽ ഉറപ്പിക്കുക. ഇത്രയാണ് ഇതിനെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, നമുക്കിനി മറ്റൊരു തരം അഡ്വർബുകളെ കുറിച്ച് പഠിച്ചാൽ ഒരു വിധമായി. നമുക്ക് അത് ഏതാണെന്ന് നോക്കാം. നിങ്ങൾ ഇംഗ്ലീഷ് പുസ്തകങ്ങൾ വായിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ചില വാക്കുകൾ കാണാനിടയായിരിക്കും. അത് വാചകങ്ങൾ മുമ്പിലായിരിക്കും വെച്ചിട്ടുണ്ടാവുക. ആ വാക്കുകൾ നിങ്ങൾ ഡിക്ഷണറിയിൽ പരിശോധിക്കുകയോ അല്ലെങ്കിൽ നെറ്റ് സെർച്ച് ചെയ്യുകയോ ചെയ്യുകയാണെങ്കിൽ അഡ്വർബ് കാണുകയും ചെയ്യും. അപ്പോൾ ചില വാക്കുകളുണ്ട് അഡ്വർബ് ആയിട്ടുള്ളവയാണ്. അപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ അത് വായിക്കുമ്പോൾ ചിലപ്പം ചിലർ മുമ്പിൽ വെച്ചിട്ടുള്ളതായി കാണാം, ചിലർ പിന്നിൽ വെച്ചിട്ടുള്ളതായി കാണാം, ചിലർ ഇടയിൽ വെച്ചിട്ടുള്ളതായി കാണാം. അപ്പോൾ നിങ്ങൾക്ക് ആകെ കൺഫ്യൂഷനാവും. ഇത് എവിടെ വെക്കണം? മുമ്പിലാണോ, പിന്നിലാണോ, നടുവിലാണോ, ഇടയിലാണോ എന്നൊക്കെ ഒരു സംശയം വരും. അപ്പോൾ ഞാൻ ഇത്തരം അഡ്വർബുകളെ കുറിച്ചുള്ള വിവരങ്ങൾ നമുക്ക് വായനാശീലത്തിലും മാത്രമേ ലഭ്യമാവുള്ളൂ. അതെവിടെ വെക്കണമെന്ന് അതിന് പ്രത്യേകിച്ച് അങ്ങനെ റിജിഡായിട്ടുള്ള റൂളുകളൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. എങ്കിലും ഞാൻ അത് വായിച്ച് മനസ്സിലാക്കിയിട്ടുള്ള അവയെക്കുറിച്ച് ഞാനൊരു എന്താ പറയുക, അതിൻ്റെ പാറ്റേണുകൾ പരിശോധിച്ചപ്പോൾ കണ്ടെത്തിയ അറിവ് വെച്ച് ഞാൻ രൂപീകരിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവയ്ക്കാം. അതിനെ കഴിയൂ. നിങ്ങൾ അതിന് അത്ര അങ്ങോട്ട് ശ്രദ്ധ കൊടുക്കേണ്ട കാര്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് കാര്യങ്ങൾ അങ്ങോട്ട് നമ്മുടെ മനസ്സിൽ വെച്ച് കഴിഞ്ഞാൽ പണ്ട് നമ്പൂതിരി ഈ പശുവിനെല്ലാം പോയിട്ടില്ലേ? കാരണം ഒരുപാട് മർമ്മങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട് നമ്പൂതിരി. അപ്പോൾ തല്ലാന്ന് നോക്കിയപ്പോൾ ആ കൺഫ്യൂഷൻ എവിടെ തല്ലിയാലും പ്രശ്നം. അതേപോലെ ഒരു അവസ്ഥ നിങ്ങൾക്ക് വന്നു ചേരും. ഒരുപാട് അങ്ങോട്ട് പഠിച്ചു കഴിയുമ്പോൾ ഏത് എവിടെ വെക്കണം ആ കൺഫ്യൂഷനായിട്ട് വാചകം എഴുതാനേ പറ്റാത്ത ഒരു തരത്തിൽ എത്തിപ്പെടും.
എങ്കിലും ഞാനതെന്താ വെച്ചാൽ ഒരു ചെറിയൊരു ധാരണ ഉണ്ടാക്കിയാൽ മതി. ഞാൻ അഡ്വാൻസ്ഡ് ആയിട്ടൊക്കെ നിങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിൽ ഞാൻ അഡ്വാൻസ്ഡ് ആയിട്ട് കുറച്ച് ക്ലാസ് എടുക്കുമ്പോൾ നമുക്ക് അതൊക്കെ വിശദമായിട്ട് പറഞ്ഞുതരാം. ഇപ്പോൾ ഈ ഘട്ടത്തിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കാനായിട്ട് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് വിശദീകരിച്ച് തരാം. അപ്പോൾ ഇവിടെ പൊതു സ്വഭാവം ഞങ്ങൾ ഒന്ന് പറഞ്ഞുതരാം. അതായത് മൊത്തത്തിൽ ഒരു വാചകത്തെ വിശേഷിപ്പിക്കേണ്ടി വരുമ്പോൾ ഇത്തരം അഡ്വർബ് ഉപയോഗിക്കും. അത് വാചകത്തിൻ്റെ മുമ്പിലാണ് അപ്പോൾ വയ്ക്കുക. നമ്മളിപ്പോൾ വീട്ടിലൊക്കെ ബൾബിന് സ്വിച്ച് വെച്ചിട്ടുണ്ടാവും ഇല്ലേ? ഓരോ ബൾബിനും ഓരോ സ്വിച്ച് വെച്ചിട്ടുണ്ടാവും, സെപ്പറേറ്റ് സ്വിച്ച്. അതുപോലെ തന്നെ എല്ലാ ബൾബുകളും ഒരുമിച്ച് ഓഫ് ചെയ്യാനോ അല്ലെങ്കിൽ ഓൺ ചെയ്യാനോ ആയിട്ട് നമ്മൾ മാസ്റ്റർ സ്വിച്ചും വെച്ചിട്ടുണ്ടാവും ഇല്ലേ? സാധാരണ വീട്ടിലൊക്കെ അങ്ങനെ വെക്കാറുണ്ട്, പല വീട്ടിലും അങ്ങനെ വെച്ചിട്ടുണ്ടോ. അതേപോലെയാണത്, ഒരു മാസ്റ്റർ സ്വിച്ച് പോലെയാണത്. എൻ്റെ സെപ്പറേറ്റ് സ്വിച്ച് ഒരു സെപ്പറേറ്റ് ബൾബിനെയാണെങ്കിൽ മാസ്റ്റർ സ്വിച്ച് എല്ലാ ബൾബിനെയും അത് ബാധിക്കും. എന്ന പോലെ ആ വാചകത്തിലെ മൊത്തത്തിൽ ബാധിക്കുന്ന ചില അഡ്വർബുകളുണ്ട്. അവയുടെ ചില ഉദാഹരണങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് തരാം. അത് ബോർഡിൽ എഴുതിയിട്ടുണ്ട്. അതായത് കണ്ട ഇവിടെ അഡ്വർബ് പെർഹാപ്സ്, പ്രോബബിളി, സഡൻലി, ഇമ്മീഡിയറ്റ്ലി, ഇങ്ങനത്തെ ഇതുപോലെ കുറേ എണ്ണം അത് മൊത്തത്തിൽ വിശേഷിപ്പിക്കാനായിട്ട് ഉപയോഗിക്കും. അത് ഫസ്റ്റിൽ, സെക്കൻഡിൽ, തേർഡിൽ, ഫൈനലിൽ അങ്ങനെയൊക്കെ ഉണ്ട്. വേറെ ഉണ്ട്, പിന്നീട് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഇപ്പോൾ തന്നെ പറഞ്ഞ അഡ്വർബുകളുടെ പൊതു സ്വഭാവം നോക്കാം. അത് പ്രത്യേകിച്ചും മുൻപിൽ വരുന്നവ, വാചകത്തിന് മുൻപിൽ ഉപയോഗിക്കുന്ന അഡ്വർബുകളുടെ പൊതു സ്വഭാവം നോക്കാം. അതിൽ ഒന്ന് മൊത്തത്തിലൊരു വാചകത്തെ വിശേഷിപ്പിക്കാൻ വിചാരിക്കുക. അതിനൊരു അഡ്വർബ് ആവശ്യമാണെങ്കിൽ അത്തരം അഡ്വർബുകൾ ഇവയിൽപ്പെട്ടതായിരിക്കും. അത് വിശദമാക്കാനായിട്ട് ചില ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ വീട്ടുകളിൽ പല വീട്ടുകളിലും ഉണ്ടായിരിക്കും സ്വിച്ച്, ബൾബ് ഉണ്ടായിരിക്കുമല്ലോ അല്ലേ? ആ ബൾബിന് ഓരോ ബൾബിന് പ്രത്യേക സ്വിച്ച് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അവ സെപ്പറേറ്റ് സ്വിച്ച് വെച്ച് അതൊക്കെ എടുത്തും അതുപോലെ കത്തിക്കുകയൊക്കെ ചെയ്യാം അല്ലേ? എന്നാൽ ഈ എല്ലാ ബൾബുകളും ഒരുമിച്ച് കത്തിക്കാൻ അല്ലെങ്കിൽ കെടുത്താനായിട്ട് ചിലപ്പോൾ ഒരു മാസ്റ്റർ സ്വിച്ച് വെച്ചിട്ടുണ്ടാവും ഇല്ലേ? അപ്പോൾ മാസ്റ്റർ സ്വിച്ച് കൊണ്ട് എല്ലാതും മൊത്തത്തിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. എന്നതുപോലെ ചില അഡ്വർബുകളുണ്ട്. അതായത് വാചകത്തെ മൊത്തത്തിൽ അങ്ങോട്ട് വിശേഷിപ്പിക്കാനായിട്ട് അതിന് കഴിയും. അപ്പോൾ അത്തരം വിശേഷങ്ങളാണ് ചിലവ. അത്തരം വിശേഷങ്ങളുടെ ചില ഉദാഹരണങ്ങളാണ് ഇവിടെ ബോർഡിൽ ഇപ്പോൾ എഴുതിയിട്ടുള്ളത്. അതായത് പെർഹാപ്സ്, പ്രോബബിളി, സഡൻലി, ഇമ്മീഡിയറ്റ്ലി എന്നൊക്കെ പറഞ്ഞത്. പെർഹാപ്സ് ഒരു പക്ഷേ, പ്രോബബിളി അതൊരു പക്ഷേ തന്നെ, സഡൻലി പെട്ടെന്ന്, ഇമ്മീഡിയറ്റ്ലി ഉടനെ, അതുപോലെ ഫസ്റ്റിലി, സെക്കൻഡ്ലി, തേർഡിലി, ഫൈനലി ഒന്നാമതായി, രണ്ടാമതായി, മൂന്നാമതായി, അവസാനമായി എന്നൊക്കെയാണ് ഇവിടെ അർത്ഥം. ഈ അഡ്വർബുകളിൽ മറ്റു ചിലത് ഉപയോഗിക്കുന്നത് വാചകങ്ങൾ തമ്മിൽ ബന്ധം കിട്ടുന്നതിനാണ്. നമ്മളൊരു കാര്യത്തെക്കുറിച്ച് ഒന്നിൽ കൂടുതൽ സംസാരിക്കുമ്പോൾ വാചകങ്ങൾ തമ്മിലൊരു കണക്ഷൻ വേണം, ബന്ധം വേണം. അല്ലെങ്കിൽ ചിത്തഭ്രമം ബാധിച്ചവർ സംസാരിക്കുന്നത് പോലെ കേൾക്കുന്ന ആളുകൾക്ക് ഒരു എത്തും പിടിയും കിട്ടില്ല. അപ്പോൾ വാചകങ്ങൾ പരസ്പരം ബന്ധം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നതാണ് ചിലത്. പിന്നെ ചിലത് നമ്മൾ ഊന്നി പറയേണ്ടി വരും, ചില വാക്കുകൾക്ക് ഊന്നൽ കൊടുക്കണം. അങ്ങനെ ആ ഊന്നലിന് വേണ്ടി ചില അഡ്വർബുകൾ ഉപയോഗിക്കും. പിന്നെ കൂടാതെ ചില വാചകത്തിന് ക്ലാരിറ്റി കുറവായിരിക്കും. ആ ക്ലാരിറ്റി അല്ല വ്യക്തത, അപ്പോൾ വ്യക്തത കൂട്ടാൻ ചിലപ്പം ഉപയോഗിക്കേണ്ടി വരും ചിലത് അതിന്. പിന്നെ ധ്വനി, ചിലവർ പറയില്ല, അർത്ഥം വെച്ച് സംസാരിക്കില്ലേ. അതിൻ്റെ ഒരു വാചകത്തിന് അർത്ഥമുണ്ട്, പക്ഷെ ഉള്ളിൽ കൂടെ ഒരു അർത്ഥം കൂടി കടത്തി വിടുകയും ചെറുതില്ലേ. അതിന് ചില അങ്ങനെ അതിൻ്റെ അർത്ഥം ധ്വനിയൊന്നും മാറ്റി കൊടുക്കാനൊക്കെ ജാമ്യം എടുത്ത് സംസാരിക്കുക ചിലവർ ഇല്ലേ. രാഷ്ട്രീയക്കാർക്ക് അതുണ്ടാവുക. കാരണം നമ്മുടെ വാചകങ്ങൾക്ക് വാക്കുകൾക്ക് വളരെ ഇഫക്റ്റ് ഉണ്ട് സമൂഹത്തിൽ അല്ലേ. അത് പലതിനും വഴിവെക്കും. അപ്പോൾ ചിലപ്പം പല്ലിൻ്റെ എണ്ണം കുറയും, എല്ലിൻ്റെ എണ്ണം കൂടും, അതിനൊക്കെ വഴിവെക്കുന്നതാണ് വാചകങ്ങൾ. അതുകൊണ്ട് നമ്മൾ സംസാരിക്കുമ്പോൾ ചിലപ്പോൾ ജാമ്യം എടുത്ത് ചിലവർ സംസാരിക്കും. രാഷ്ട്രീയക്കാരുണ്ടല്ലേ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അവൻ എന്നെ അഴിമതി കാട്ടി എന്നൊക്കെ പറയും. അപ്പോൾ അഴിമതി കാട്ടിയത് ഇല്ല എങ്കിൽ പോലും ജാമ്യം എടുക്കും. ഞാൻ എൻ്റെ ഓർമ്മ തെറ്റ് വന്നെന്ന് പറഞ്ഞു ഒഴിയാലോ. അങ്ങനെയൊക്കെ സംസാരിക്കുന്നതിനുള്ളതാണ് ഇതൊക്കെ.
അതൊന്ന് വിശദമായിട്ട് പറയുമ്പോൾ നിങ്ങൾക്കത് കൂടുതൽ മനസ്സിലാവും. ഓരോന്നും ഞാൻ വിശദീകരിച്ചു തരാം, അപ്പോൾ കൂടുതൽ മനസ്സിലാവും. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ അഡ്വർബ് കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ, വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ, മൊത്തത്തിൽ വാചകങ്ങളെ ബന്ധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്, മറ്റു വാചകങ്ങളായുള്ള ബന്ധം എന്താണ്, ഊന്നൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ധ്വനി എന്ന് പറഞ്ഞാൽ എന്താണ്, ഒക്കെ നമുക്കൊന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. ആ ആശയം കൃത്യമായിട്ട് അറിയുന്നവർക്കാണ് ഇത് വേഗം മനസ്സിലാവുള്ളൂ. അതൊക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാം. മൊത്തത്തിൽ വാചകത്തെ വിശേഷിപ്പിക്കുന്നവ എടുക്കുകയാണെങ്കിൽ എന്താണ് അതിൻ്റെ അർത്ഥം, അത് അത് മനസ്സിലാവാനായിട്ട് എൻ്റെ ഒരു സംഭവം എക്സ്പ്ലെയിൻ ചെയ്യാം. ഞാൻ ബൈക്കിൽ ജോലിക്ക് പോകാറുന്നു. പെട്ടെന്നൊരു ശബ്ദം, ഞാനൊന്ന് ഞെട്ടി. അപ്പോൾ ഞാൻ ഒരു അപകടമാണ്, ഞാൻ സംഭവ സ്ഥലത്തേക്ക് കുതിച്ചു. അത് എഴുതിയിരിക്കുകയാണ്, ഞാൻ ബൈക്കിൽ ജോലിക്ക് പോവുകയായിരുന്നു. ഡാഷ്, ഒരു ശബ്ദം കേട്ടു, ഞാൻ ഞെട്ടി, ഒരപകടം, ഞാൻ സംഭവ സ്ഥലത്തേക്ക് കുതിച്ചു. ഇതിൽ 2 ഭാഗമുണ്ട്. ഇതിൽ നിങ്ങൾ എങ്ങനെയാണ് അത് ഫില്ലപ്പ് ചെയ്യാം? ഞാൻ ബൈക്കിൽ ജോലിക്ക് പോവുകയായിരുന്നു. ഞാൻ ഒരു ശബ്ദം കേട്ടു, ഞാൻ ഞെട്ടി, ഒരു അപകടം, ഞാൻ സംഭവ സ്ഥലത്തേക്ക് കുതിച്ചു. ഇതിൽ ആ വിട്ടുപോയ 2 ഭാഗം എങ്ങനെ നിങ്ങൾ പൂരിപ്പിക്കും? അപ്പോൾ അത് മനസ്സിലാക്കണമെങ്കിൽ ഈ സംഭവം കറക്റ്റ് ഒന്ന് വിശകലനം ചെയ്ത് പഠിച്ചാൽ മതി. കൃത്യമായിട്ട് ആ സംഭവത്തെക്കുറിച്ച് ധാരണ നമ്മുടെ മനസ്സിലുണ്ടാക്കി എളുപ്പം എഴുതാൻ പറ്റും. ഞാൻ ബൈക്കിൽ ജോലിക്ക് പോവുകയായിരുന്നു, അതിൽ കുഴപ്പമൊന്നുമില്ല, ആ സമയമാണ് നടന്നത്. ഡാഷ്, ഞാനൊരു ശബ്ദം കേട്ടു, ആ സംഭവം കാര്യം മനസ്സിലായി, ഞാൻ ഞെട്ടി. നമുക്ക് മനസ്സിലായി, ഞാൻ ഒരു സംഭവം കേട്ടു, ഞാൻ ഞെട്ടി. എപ്പോഴാണ് ഞെട്ടുക? നമ്മൾ അപ്രതീക്ഷിതമായിട്ട്, അല്ലേ? തീരെ നനച്ചിരിക്കാതെ നമ്മൾ എന്തെങ്കിലും സംഭവിക്കുമ്പോൾ ഞെട്ടുക, അല്ലേ? അപ്പോൾ ഇതിൽ എന്തായിരിക്കും കാരണം? ഞാൻ ഒരു ശബ്ദം കേട്ടു എന്നതാണ് കാരണം. ആ സംഭവം മൊത്തമാണ് കാരണം, അല്ലേ? ഞാൻ ഞെട്ടണമെങ്കിൽ എന്ത് വേണം? ഞാൻ കേൾക്കണം. അപ്പം ഞാൻ അതിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ശബ്ദമാണ് ഉണ്ടായത് കൊണ്ടാണ്, ശബ്ദം ഉണ്ടായപ്പോൾ ഞാൻ അത് കേട്ടു. അപ്പോൾ ഈ സംഭവം മുഴുവൻ, ഞാൻ ശബ്ദം കേട്ടു എന്ന സംഭവം മുഴുവൻ ഉണ്ടായതുകൊണ്ട് ഞെട്ടിയത്. ആ സംഭവം മുഴുവൻ ഞാൻ ഒരു ശബ്ദം കേട്ടു, അപ്പോൾ ഞെട്ടാറില്ല. പെട്ടെന്ന് കേട്ടു, അതുകൊണ്ടാണ് ഞെട്ടിയത്, അല്ലേ? ഇങ്ങനെയാണ് ഞെട്ടുക നമ്മൾ, അപ്പോൾ പെട്ടെന്ന്. അപ്പോൾ ഈ ഞാൻ ഒരു സംഭവം കേട്ടു എന്നുള്ളത് ഒരു മുഴുവൻ, അതായത് എല്ലാതും ഉൾപ്പെടെ ആ സംഭവം മുഴുവൻ എന്ന് പറയുമ്പോൾ ഞാൻ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട് അതിന്, ഒരു ശബ്ദത്തിന് ഇമ്പോർട്ടൻസ് കേട്ടു. അതായത് ഇത് മൊത്തം വാചകത്തിൻ്റെ ആ സംഭവം മൊത്തം പെട്ടെന്ന് സംഭവിച്ചുകൊണ്ടാണ് നമുക്ക് എന്തുണ്ടായത്? ഞെട്ടിയത്. അപ്പോൾ പെട്ടെന്ന് എന്നൊരു ഇത് ഇവിടെ വെക്കുകയാണെങ്കിൽ, അല്ല, അതിന് മുമ്പിൽ പെട്ടെന്ന് ഞാൻ ഒരു ശബ്ദം കേട്ടു. ആ പെട്ടെന്ന് എന്നുള്ള വാക്ക് ഇത് കാരണമാണ് ഞെട്ടിയത്. അപ്പോൾ പെട്ടെന്ന് എന്നുള്ള സംഭവത്തിന് ഈ സംഭവം പെട്ടെന്ന് സംഭവിച്ചതുകൊണ്ട് അപ്പോൾ അത് ആ പെട്ടെന്നുള്ളത് ഈ വാചകത്തിൻ്റെ മൊത്തം ഒരു വിശേഷണമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്ന വരും? ഇവിടെ പെട്ടെന്ന് എന്ന് ഫില്ലപ്പ് ചെയ്ത കറക്റ്റായല്ലോ. അപ്പോൾ ഈ പെട്ടെന്ന് എന്നുള്ളത് ഈ വാചകത്തെ മൊത്തത്തിൽ വിശേഷിച്ചിരിക്കുന്നു. അപ്പോൾ ആണ് നമ്മൾ ഫ്രണ്ടിൽ വെക്കുന്നത്, അത് പെട്ടെന്ന്, അല്ലെങ്കിൽ ആ എഫക്റ്റ് കിട്ടില്ല. അപ്പോൾ ഇവിടെ വെക്കുമ്പോഴാണ് ഈ സംഭവത്തിന് മൊത്തം ഇഫക്റ്റ് കിട്ടുന്നത്, അല്ലേ? അപ്പോൾ നമ്മൾ ഒരു വാചകത്തെ മൊത്തം വിശേഷിപ്പിക്കുമ്പോൾ അതിനെ സംബന്ധിച്ച വിശേഷം നമ്മൾ പെട്ടെന്ന്, അല്ല, അതായത് മുമ്പിൽ വെക്കുകയാണെങ്കിൽ അതിൻ്റെ ഇഫക്റ്റ് ഒന്ന് കൂടും, അല്ലേ? പിന്നെ എന്ത് ചെയ്തു? അതുകൊണ്ട് ഞെട്ടി ഞാൻ. അപ്പോൾ ഉണ്ടാ ഇത് വന്നപ്പോൾ ഇവ തമ്മിലൊരു കണക്ഷനും വന്നു. അപ്പോൾ നമ്മൾ ചില അഡ്വർബുകൾ തമ്മിലൊരു കണക്ഷൻ ഉണ്ടാക്കും. അതുപോലെ ഇപ്പം എന്ന് വെച്ചാൽ മൊത്തത്തിൽ വിശേഷിപ്പിക്കുക. അപ്പോൾ മൊത്തത്തിൽ വിശേഷിപ്പിക്കുന്ന കാര്യം മനസ്സിലായല്ലോ. ഇനി ഒരു അപകടമാണ് മനസ്സിലായി. ഞാൻ സംഭവത്തേക്ക് കുതിച്ചു. അപകടം ഉണ്ടാകുമ്പോൾ നമ്മൾ എന്ത് വേണം? സംഭവത്തേക്ക് വേഗം എത്തണം. കാരണം ആരെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, അല്ലെങ്കിൽ ചിലപ്പോൾ സംഭവിക്കാൻ ചിലപ്പോൾ എടുത്തു എന്ന് വരും, അല്ലേ? അപ്പോൾ അതിലേറ്റവും പ്രധാനം എന്തിനാ?
ഉടനെ എത്തുന്ന ആ ഇതില് സംഭവ സ്ഥലത്ത് കുതിച്ചു എന്നുകൊണ്ടൊരു കാര്യം ഉണ്ടാവില്ലേ? നമ്മൾ 1 മണിക്കൂർ 2 മാസം കഴിഞ്ഞിട്ട് കുതിച്ചു വല്ല കാര്യം ഉണ്ടാവും? ഇല്ലേ? അപ്പൊ കുതിച്ചു എന്നുള്ള എങ്ങനെ വേണം? അത് സമയം കളയാതെ വേണം. അപ്പൊ ഞാൻ അല്ലാണ്ട് സമയം കളഞ്ഞിട്ട് കുതിച്ചിട്ട് കാര്യമില്ലേ? അപ്പൊ ഈ അതില് അത് എന്നെ കൊണ്ട് കൊണ്ടുണ്ടാവുന്ന കാര്യം ഞാൻ കുതിക്കണം അല്ലേ? അപ്പൊ ഈ സംഭവ സ്ഥലത്തേക്ക് തന്നെ കുതിക്കും വേണം. അപ്പൊ അതായത് ഞാൻ സംഭവ സ്ഥലത്ത് കുതിച്ചു എന്നുള്ളത് എങ്ങനെ വേണം? ഈ സംഭവം മൊത്തം ഒരുമിച്ച് എങ്ങനെ നടക്കണം? ഉടനെ നടക്കണം അല്ലേ? അപ്പൊ ഉടനെ, അത് സമയം കളയാതെ നടക്കണം എന്ന് വെച്ചാൽ ഉടനെ എന്നുള്ളത്. അപ്പോൾ ഈ സംഭവം മൊത്തത്തിൽ എങ്ങനെ നടക്കണം? ഉടനെ നടക്കണം. എന്നാലാണ് അതിന്റെ ബെനിഫിറ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഉടനെ എന്നുള്ളത് അതിന് വിശേഷിപ്പിക്കണം, ഈ സംഭവം ഉടനെ നടക്കണം അതിന്. അപ്പോൾ ഈ വാചകത്തെ നമുക്ക് ഉടനെ എന്ന ക്രിയാവിശേഷണം കൊണ്ട് വിശേഷിപ്പിച്ചാൽ മാത്രമാണ് എന്ത്? ഉടനെ. അപ്പൊ അങ്ങനെ വരുമ്പോ എന്തുണ്ടാവും? ഉടനെ ഞാൻ സംഭവസ്ഥയിൽ കുതിച്ചു ഉണ്ടാവും. ഉടനെ അവിടെ വെക്കുമ്പോൾ അതിന്റെ ഇഫക്റ്റ് കൊടുക്കണുണ്ട്. ഈ മൊത്തത്തിൽ ഈ വാചകത്തെ വിശേഷിപ്പിക്കുന്നു. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാല് ചില അഡ്വർബുകൾ മുന്നിൽ ഇംഗ്ലീഷിലും വെക്കുക. അതിന്റെ ഇംഗ്ലീഷ് ഞാൻ പറയാം. സഡൻലി ഐ ഹേർഡ് എ സൗണ്ട്. ഇതിന്റെ മാത്രമാണ് പറയുന്നുള്ളൂ. എന്ത്? പെട്ടെന്ന് ഞാൻ ശബ്ദം കേട്ടു. സഡൻലി ഐ ഹേർഡ് എ സൗണ്ട്. സഡൻലി ഐ ഹേർഡ് എ സൗണ്ട്. സെക്കൻഡ് ടൈപ്പ് സെന്റൻസ് ആണത്. സഡൻലി, പെട്ടെന്ന്. അത് അഡ്വർബാണ്. അത് വേണമെങ്കിൽ എഴുതാം. I heard a sound. Suddenly I heard a sound. ഉണ്ട്. അപ്പോൾ ഇത് മുന്നിൽ വെച്ചു. അപ്പൊ ഇങ്ങനെ എപ്പോഴാണ് ഇങ്ങനെ അഡ്വർബ് മുന്നിൽ വരിക എന്ന് മനസ്സിലായില്ലേ? ഒരു വാചകത്തെ മൊത്തത്തിൽ വിശേഷിച്ചുകൊണ്ട് പറയുമ്പോൾ അത് മുന്നിൽ വെക്കുകയാണെങ്കിൽ അതിന്റെ ഇഫക്റ്റ് കൂടും. മൊത്തത്തിലുള്ള അതിനൊരു പെട്ടെന്ന് ഇമ്പോർട്ടൻസ് കൊടുക്കും വേണം. ഈ വാക്കിന് പെട്ടെന്ന് ആ അഡ്വർബിനാണെങ്കിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ആ മൊത്തത്തിൽ വിശേഷിപ്പിക്കുന്നതായാൽ ഇവിടെ വയ്ക്കുക. ആ മറ്റേതങ്ങനെ നമുക്ക് പറയാം. ഉടനെ ഞാൻ സംഭവസ്ഥയിൽ കുറിച്ചു. ഉടനെ എന്നുള്ളതാണ് ഇമ്പോർട്ടൻസ്. അത് ഇപ്പോൾ ഫസ്റ്റിൽ വയ്ക്കാം. അറ്റ് വൺസ് എന്നല്ലെങ്കിൽ ഇമ്മീഡിയറ്റ്ലി ഐ റഷ്ഡ് ടു ദ സ്പോട്ട്. ആ സ്പോട്ടിലേക്ക് കുതിച്ചു. മനസ്സിലായേ? ഇമ്മീഡിയറ്റ്ലി ഐ റഷ്ഡ് ടു ദ സ്പോട്ട്. അപ്പോൾ മനസ്സിലായല്ലോ ആ ഫ്രണ്ടിൽ എപ്പോഴും വെക്കുകയാണ്. അപ്പോൾ മൊത്തത്തിലൊരു വാചകത്തെ വിശേഷിപ്പിക്കുകയും അത് ആ അഡ്വർബിന് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ അത് ഒന്ന് എംഫസൈസ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ, അതായത് അതിന് ഒത്തിരി പ്രാധാന്യം കൊടുത്തുകൊണ്ട് സംസാരിക്കുമ്പോഴും നമ്മൾ എന്ത് ചെയ്യും? അഡ്വർബ് വാചകത്തിൻ്റെ ഏറ്റവും മുന്നിൽ വെക്കും. അതൊന്ന് ജസ്റ്റ് ഓർമ്മ. ഇനി നമുക്കിതിൽ രണ്ടാമത്തെ മറ്റു വാചകങ്ങളായിട്ട് ബന്ധം കിട്ടുവാൻ, ഒരു ക്ലാരിറ്റി വരുവാൻ, ഒരു ക്രമം കിട്ടുവാനൊക്കെ എന്താണെന്നുള്ളത് എന്താണ് നോക്കാം. ഇപ്പൊ നോക്ക്, എൻ്റെ ദിനചര്യ ആണ് ബോർഡിൽ എഴുതിയിട്ടുള്ളത്. എൻ്റെ ദിനചര്യ എന്തൊക്കെയാണെന്ന് എഴുതിയിട്ടുണ്ട്. ഞാൻ നേരത്തെ എഴുന്നേൽക്കുന്നു, ഞാൻ പുറത്തു പോകുന്നു, ഞാൻ പ്രാതൽ കഴിക്കുന്നു, ഞാൻ ജോലിക്ക് പോകുന്നു. ഇതൊക്കെയാണ് എൻ്റെ ദിനചര്യ എപ്പോഴത്തെ പ്രഭാതത്തിലെ. ആ പ്രഭാതത്തിൽ ഏതേത് ആദ്യം ചെയ്തെന്ന് വെച്ചാൽ എന്താ അർത്ഥം? നിങ്ങൾക്ക് തോന്നും, പെട്ടെന്ന് വായിച്ചു കഴിഞ്ഞാൽ കേൾക്കുന്ന ആൾക്ക് തോന്നുന്നതൊക്കെ ഒരുമിച്ചാണോ ചെയ്യുന്നത്? ഇതൊക്കെ പ്രഭാതത്തിൽ ചെയ്യലാണ്. ഏതേത് ആദ്യം ചെയ്യുന്നത് ഒരു ക്രമം എന്ന് അറിയില്ല, ക്ലാരിറ്റി ഇല്ല. പക്ഷെ അത് നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒന്നാമതായി ഞാൻ നേരത്തെ എഴുന്നേൽക്കുന്നു, രണ്ടാമതായി ഞാൻ പുറത്തു പോകുന്നു, മൂന്നാമതായി ഞാൻ പ്രാതൽ കഴിക്കുന്നു, നാലാമതായി ഞാൻ ജോലിക്ക് പോകുന്നു. ആദ്യം ഞാൻ അങ്ങനെയും പറയാം. ആദ്യം ഞാൻ നേരത്തെ നിൽക്കുന്നു, രണ്ടാമത് ഞാൻ പുറത്തു പോകുന്നു, മൂന്നാമത് ഞാൻ പ്രാതൽ കഴിക്കുന്നു, നാലാമത് അല്ലെങ്കിൽ അവസാനം ഞാൻ ജോലിക്ക് പോകുന്നു. അങ്ങനെയും പറയാം. അപ്പൊ ഇംഗ്ലീഷിന്റെ ട്രാൻസ്ലേഷൻ സൗകര്യത്തിന് ഞാൻ അങ്ങനെ പറയണം. ആദ്യമായി ഞാൻ എന്ത് ചെയ്യുക? ഞാൻ എഴുന്നേൽക്കുന്നു. രണ്ടാമതായി ഞാൻ എന്ത് ചെയ്യുക? രണ്ടാമതായി ഞാൻ പുറത്തു പോകുന്നു. മൂന്നാമതായി ഞാൻ പ്രാതൽ കഴിക്കുന്നു. അവസാനമായി ഞാൻ ജോലിക്ക് പോകുന്നു. അങ്ങനെയാണെങ്കിൽ വളരെ ക്ലാരിറ്റി ആയി അല്ലേ? അപ്പോൾ നമുക്ക് ആ ക്ലാരിറ്റി ആവുകയും നമുക്ക് അതിന് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ ആദ്യമായി ഞാൻ എഴുന്നേൽക്കുന്നതിന് പറയുക
ഫസ്റ്റ്ലി ഐ വെയ്ക്കപ്പ് എയർലി. ഞാൻ പുറത്തു പോകുന്നു. രണ്ടാമതായി ഞാൻ പുറത്തു പോകുന്നു. സെക്കൻഡ്ലി ഐ ഗോ ഔട്ട്. മൂന്നാമതായി ഞാൻ പ്രാതൽ കഴിക്കുന്നു. തേർഡ്ലി ഐ ടേക്ക് ബ്രേക്ക്ഫാസ്റ്റ്. നാലാമതായി അവസാനമായി ഞാൻ ജോലിക്ക് പോകുന്നു. ഫൈനലി ഐ ഗോ ടു വർക്ക്. അപ്പോൾ ആ ഒരു ക്രമം വന്നു, ഇവ തമ്മിൽ ബന്ധം വന്നു, ഏതാദ്യം നടക്കുന്ന ക്രമം മനസ്സിലായി, ആ സംഭവങ്ങൾക്കൊരു ക്ലാരിറ്റി വന്നു. അത് മറ്റേത് ഒരുമിച്ചാണ് ചെയ്യുക, ഏതാദ്യം ചെയ്യുക ഒരു പിടിയില്ല. ഇപ്പോൾ ഒരു സീക്വൻസ് ആയിട്ട് ഒരു വളരെ ഇത് വന്നു. അപ്പോൾ ക്രമം, ക്ലാരിറ്റി, അതുപോലെ എല്ലാം ഇതിന് സാധിക്കും. മറ്റു വാചകങ്ങൾ തമ്മിൽ ബന്ധവും വന്നു, ഏതേത് ഒരു ഇതും വന്നു അല്ലേ. അപ്പോൾ അതാണ് നമുക്ക് ഇതിൻ്റെ ഇത്, ആ ക്രമത്തിനും ആ പ്രാധാന്യം. അപ്പോൾ ഈ ഫസ്റ്റ് സമ്മതി നടക്കുന്നത് മൊത്തത്തിൽ വിശേഷിപ്പിക്കുന്നത് വഴിയാണവ അല്ലേ. ഈ സംഭവം ഏറ്റാദ്യം, അപ്പോൾ ആ ഫസ്റ്റിലി. അവ രണ്ടാമതായി ഈ സംഭവം മുഴുവൻ വിശേഷിപ്പിക്കുകയാണത്. മനസ്സിലായേ? അപ്പോൾ ഈ വാചകം തമ്മിൽ കണക്ഷനും വരുന്നു. അത് മാത്രമല്ല ഓരോ ഫസ്റ്റിലേക്ക് ഈ സംഭവത്തിന് മുഴുവൻ ബന്ധപ്പെട്ടത് ആ മൊത്തത്തെ വിശേഷിപ്പിക്കുന്നതാണ്. അത് സെക്കൻഡിൽ നിന്ന് ഈ വാചകത്തെ മൊത്തത്തിൽ വിശേഷിപ്പിക്കുന്നതാണ്. തേർഡിൽ നിന്ന് ഈ വാചകത്തെ മൊത്തത്തിൽ വിശേഷിപ്പിക്കുന്നതാണ്. അപ്പോൾ മൊത്തത്തിൽ വിശേഷിപ്പിക്കുന്ന അഡ്വർബുകളായതുകൊണ്ടും ഇവ തമ്മിൽ ക്രമത്തെ സൂചിപ്പിക്കുന്നതുകൊണ്ടായിട്ടും ക്ലാരിറ്റി വരുത്തുന്നതിനായിട്ടുമാണ് ഈ വാചകങ്ങൾ. ഇപ്പം മുമ്പിൽ വയ്ക്കുമ്പോഴല്ല അത് ശരിയാവുന്നത്, അതുകൊണ്ടവ മുമ്പിൽ വയ്ക്കുന്നു. മനസ്സിലായേ? ഓക്കെ. അതെല്ലാം ഇവിടെ തർജ്ജമ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ഫസ്റ്റ്ലി ഐ വേക്കപ്പ് എയർലി, സെക്കൻഡ്ലി ഐ ഗോ ഔട്ട്, തേർഡ്ലി ഐ ടേക്ക് ബ്രേക്ക്ഫാസ്റ്റ്, ഫൈനലി ഐ ഗോ ഔട്ട് ടു വർക്ക്. ക്ലിയർ ആയല്ലോ? ഇനി ഇതൊക്കെ ഈ സെൻറ്റൻസിലൊക്കെ ഏത് ടൈപ്പിൽ പെട്ടതാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ഏത് ടൈപ്പിൽ പെട്ടതാണ്? ഫസ്റ്റ് ടൈപ്പിൽ പെട്ട സെൻറ്റൻസുകൾ ആണ്. ഇനി നമുക്ക് മറ്റുള്ളവ ഒന്ന് നോക്കാം. ഞാനൊരു ഫങ്ഷൻ അറ്റൻഡ് ചെയ്യാനായിട്ട് പോയി, പക്ഷെ ഞാൻ നേരം വൈകി. അപ്പോൾ അവരെന്നോട് ചോദിച്ചു എന്താ വൈകിയെന്ന് ചോദിച്ചു. അപ്പോൾ അതിനുള്ള മറുപടി സംഗതി ഇതായിരുന്നു. അതാണ് രണ്ട് വാചകങ്ങളായിട്ട് ഞാൻ പറഞ്ഞു. എന്താണ് മറുപടി എന്നുള്ളത് എനിക്ക് രണ്ട് തരത്തിൽ പറയാം. ആ രണ്ട് തരത്തിൽ എഴുതിയിട്ടുണ്ട്. ഒന്ന്, എനിക്ക് ട്രെയിൻ ടിക്കറ്റ് കിട്ടിയില്ല, ഞാൻ ബസ്സിൽ സഞ്ചരിച്ചു. അല്ലെങ്കിൽ ഞാൻ ബസ്സിൽ സഞ്ചരിച്ചു, എനിക്ക് ട്രെയിൻ ടിക്കറ്റ് കിട്ടിയില്ല, അങ്ങനെയും പറയാം. ഈ രണ്ട് സംഭവങ്ങൾ കാരണമാണ് വൈകിയത്. എന്താണ്? എനിക്ക് ട്രെയിൻ ടിക്കറ്റ് കിട്ടിയില്ല, ഞാൻ ബസ്സിൽ സഞ്ചരിച്ചു. അല്ലെങ്കിൽ ഞാൻ ബസ്സിൽ സഞ്ചരിച്ചു, എനിക്ക് ട്രെയിൻ ടിക്കറ്റ് കിട്ടിയില്ല, ഇങ്ങനെയും പറയാം. പക്ഷേ ഇങ്ങനെ പറയുമ്പോൾ, മറുപടി പറയുമ്പോൾ, ആ മറുപടിക്ക് ഒരു ക്ലാരിറ്റി ഇല്ല. എന്തുകൊണ്ടാണ് വൈകിയത് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. എന്തുകൊണ്ടാണ് ബസ്സിൽ സഞ്ചരിച്ചത്? അപ്പൊ അത് പറയണമെങ്കിൽ നമുക്ക് എന്ത് വേണം? അതിലൊരു കുറവുണ്ട്. അതുകൊണ്ടാണ് ഈ രണ്ട് വായും തമ്മിൽ ഒരു ബന്ധമില്ല. ട്രെയിൻ ടിക്കറ്റ് കിട്ടിയില്ലേ, അപ്പൊ ഞാൻ ബസ്സിൽ സഞ്ചരിച്ചു എന്ന് പറഞ്ഞാല് കൃത്യമായിട്ട് അറിയില്ലേ. അതുകൊണ്ടാണോ ഞാൻ ബസ് സഞ്ചരിച്ചത് എന്ന് നമുക്ക് പറയില്ല. ചിലപ്പോൾ ഒരു ചെറിയ കണക്ഷൻ ഇതിങ്ങനെ അതിങ്ങനെയും പറയാം. ഞാൻ ബസ്സിൽ സഞ്ചരിച്ചു, എനിക്ക് ട്രെയിൻ ടിക്കറ്റ് കിട്ടിയില്ല, ഇങ്ങനെ അതേ കാര്യം തന്നെയാണ്. ഇങ്ങനെ പറയുകയാണെങ്കിൽ നമുക്ക് തോന്നുന്നത് ബസ്സിൽ സഞ്ചരിച്ച കാരണം ട്രെയിൻ ടിക്കറ്റ് കിട്ടിയില്ല എന്നല്ലേ. പക്ഷെ ഇത് രണ്ടും ഒരു കാര്യമാണെങ്കിൽ നമുക്ക് ഒരേ ആ കാര്യം ആവുന്ന വിധത്തിൽ പറയാം. എങ്ങനെയാണെന്ന് നോക്കുക. എനിക്ക് ട്രെയിൻ ടിക്കറ്റ് കിട്ടിയില്ല, അതുകൊണ്ട് ബസ്സിൽ സഞ്ചരിച്ചു എന്ന് പറയുകയാണെങ്കിൽ ഈ ബസ്സിൽ സഞ്ചരിക്കാൻ കാരണം ട്രെയിൻ ടിക്കറ്റ് കിട്ടിയില്ല എന്നതായിത്തീരുന്നു. അപ്പൊ അതുകൊണ്ട് എന്നൊരു വാക്ക് ഇതിൽ ചേർക്കുമ്പോൾ ഈ വാചകവും ആ വാചകവും തമ്മിലൊരു ബന്ധം വരും. അതിന് ഉപയോഗിക്കുന്ന ഒരു തരം അഡ്വർബാണ് therefore and so എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ വരുമ്പോൾ
അതുകൊണ്ട് ഇത് ഉപയോഗിക്കുമ്പോൾ ചേരുണ്ടല്ലേ, അങ്ങനത്തെ അഡ്വർബുകളാണ്. അത് ശരിക്കും പറഞ്ഞാൽ ഇത് ബന്ധിപ്പിക്കാനാണ്. അങ്ങനെ ബന്ധിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്ന അഡ്വർബുകളെ നമ്മൾ എന്ത് പറയുന്ന വെച്ചാൽ ഒരു കൺജങ്ഷന്റെ പോലെ. ഒരു കൺജങ്ഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വാചകങ്ങളെ ബന്ധിപ്പിക്കുന്നതിനൊക്കെ ഉപയോഗിക്കുന്ന വാക്കുകളാണ് കൺജങ്ഷൻ. കൺജങ്ഷന്റെ പോലെ പ്രവർത്തിക്കുന്നത് കൊണ്ട് അതിനെ കൺജുഗേറ്റീവ് അഡ്വർബ് എന്നൊക്കെ പറയും. ഇനി നോക്കുക, അത് ഇവിടെ ഇങ്ങനെയും പറയാൻ വേണമെങ്കിൽ ഞാൻ ബസ്സിൽ സഞ്ചരിച്ചു കാരണം എനിക്ക് ബസ് ടിക്കറ്റ് കിട്ടിയില്ല. അപ്പോഴും നമുക്ക് എന്താണ് മനസ്സിലായി, ബസ് ടിക്കറ്റ് കിട്ടാത്ത കാരണമാണ് ഞാൻ ബസ്സിൽ സഞ്ചരിച്ചതെന്ന് അല്ലേ. രണ്ടാമത്തെ വാചകത്തിലും ഇങ്ങനെ പറഞ്ഞാൽ മതി, ഞാൻ ബസ്സിൽ സഞ്ചരിച്ചു കാരണം എനിക്ക് ട്രെയിൻ ടിക്കറ്റ് കിട്ടിയില്ല. മനസ്സിലായേ? അപ്പോൾ നമുക്ക് ഇതിന് മനസ്സിലായിരുന്നത് ചില അഡ്വർബുകൾ എന്തിനു ഉപയോഗിക്കാൻ വേണമെങ്കിൽ ഈ വാചകത്തെ ഇങ്ങനെ കണക്ട് ചെയ്യാനായിട്ട്. അങ്ങനത്തെ കുറെ അഡ്വർബിന് അതൊരു കൺജക്ഷന് തുല്യമായതാണ് അത്തരം വാക്കുകൾ. അത്തരം വാക്കുകളെ കുറിച്ച് കുറച്ചൊരു ലിസ്റ്റ് ഞാൻ തരാം. ഈ വാചകത്തെ തർജ്ജമ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. മാത്രമല്ല ഈ വിഭാഗത്തിൽപ്പെട്ട ഈ തരത്തിൽപ്പെട്ട അഡ്വർബുകൾക്ക് ഉദാഹരണങ്ങളാണ് എന്ത്, സോ ദെൻ ലേറ്റർ ബിസൈഡ് അക്കോർഡിംഗ്ലി. അതൊന്ന് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഊന്നൽ എന്ന ആശയത്തെ കുറിച്ച് വ്യക്തത വരാനായിട്ട് ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറയാം. രാജൻ അവളോട് സംസാരിച്ചു എന്നൊരു വാചകം നോക്കുക. ഇതിൻ്റെ കൂടെ നമ്മൾ മാത്രം എന്നുള്ളൊരു വാക്ക് ഇത് പല സ്ഥലങ്ങളിൽ വെക്കുമ്പോൾ നമുക്ക് അതിൻ്റെ അർത്ഥവ്യത്യാസം നമുക്ക് വരുന്ന കാണാം. ഈ മാത്രം രാജന്റെ കൂടെ വെച്ച് പറഞ്ഞു നോക്കിയാൽ എന്തായിരിക്കും വരിക? രാജൻ മാത്രം അവളോട് സംസാരിച്ചു. അതിൻ്റെ അർത്ഥം എന്താ? രാജൻ മാത്രമാണ് അവളോട് സംസാരിച്ചത്, മറ്റാരും സംസാരിച്ചില്ല അല്ലേ. ഇനി ഈ മാത്രം എന്നുള്ളത് ഇവിടെ വെച്ച് ഇവിടെ വെക്കുകയാണെങ്കിൽ അർത്ഥം ഒന്ന്, ഇനി ഇവിടെ വെക്കുകയാണെങ്കിൽ എന്തായിരിക്കും അർത്ഥം? രാജൻ അവളോട് മാത്രം സംസാരിച്ചു. അപ്പോൾ രാജ്യം വന്നു, കുറെ ആൾക്കാരുണ്ട്, പക്ഷെ ഒരാളോട് മാത്രം, അതായത് അവളോട് മാത്രം സംസാരിച്ചു, വേറെ ആരോടും സംസാരിച്ചില്ല അർത്ഥം. ഈ മാത്രം എന്നുള്ളത് സംസാരിച്ചതിൻ്റെ കൂടെ വെച്ച് പറഞ്ഞു നോക്കിയാൽ രാജൻ അവളോട് സംസാരിക്കുക മാത്രം ചെയ്തു. രാജൻ അവളോട് സംസാരിക്കുക മാത്രം ചെയ്തു. അതായത് വെർബിനോട് ചേർത്ത് പറയുമ്പോൾ രാജൻ അവളോട് സംസാരിക്കുക മാത്രം ചെയ്തുള്ള വേറൊന്നും ചെയ്തില്ല. അല്ലാണ്ട് ഒപ്പം ഭക്ഷണം കഴിക്കുകയെ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തില്ല എന്നാണ് അർത്ഥം. ജസ്റ്റ് ഒന്ന് സംസാരിച്ച് പോയി. അവൾ അടിക്കുകയെ പീഡിപ്പിക്കുകയെ ഒന്നും ചെയ്തില്ല എന്നാണ് എൻ്റെ ഇൻഡയറക്റ്റായിട്ട് അർത്ഥം. അപ്പോൾ മാത്രം എന്ന അർത്ഥം ഓരോന്നിനോട് കൂടിച്ചേരുമ്പോൾ, അതായത് ഇതിൻ്റെ എംഫസൈസ് കൊടുക്കുമ്പോൾ, രാജന് എംഫസൈസ് കൊടുക്കുമ്പോൾ, രാജനോട് കൂടിയിട്ട് അത് പ്രാധാന്യം കൊടുക്കും, ഊന്നൽ കൊടുക്കുമ്പോൾ അതിൻ്റെ അർത്ഥം ഒന്ന്. ഈ അവളോട് എന്നതിൻ്റെ കൂടെ ചേർത്ത് പറയുമ്പോൾ വേറൊരർത്ഥം, പ്രവൃത്തിയുടെ കൂടെ വെർബിനോട് ചേർത്തും വേറൊരർത്ഥം. ഇതിന് പറയും ഊന്നലിനെ കുറിച്ചൊരു ഐഡിയ കിട്ടുന്നില്ല. അപ്പോൾ ഊന്നലിന് ഇങ്ങനെ നമ്മൾ ചില അഡ്വർബുകൾ ഉപയോഗിക്കും. അതിന് ഊന്നൽ എന്ന ആശയം പിടികിട്ടാൻ പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ ഓൺലി എന്നാണ് വാക്കാണ്, എന്നാൽ ഇതിന് ഉപയോഗിക്കാം. ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഓൺലി രാജൻ ടോക്ക് ടു ഹെർ എന്ന് പറഞ്ഞാൽ രാജൻ മാത്രം അവളോട് സംസാരിച്ചു. രാജൻ ഓൺലി ടോക്ക് ടു ഹെർ, അവളോട് സംസാരിക്കുക മാത്രം ചെയ്തു. രാജൻ ടോക്ക് ടു ഹെർ ഓൺലി, അല്ലെങ്കിൽ ടോക്ക്ഡ് ഓൺലി ടു ഹെർ, രാജൻ അവളോട് മാത്രം സംസാരിക്കുക മാത്രം ചെയ്തു. അങ്ങനെ എല്ലാം നമുക്ക് ഇത് മാറ്റി മാറ്റി പറയാം. അപ്പോൾ അതിന് ഇഫക്റ്റ് പറയാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമല്ലോ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഊന്നൽ എന്താണെന്ന് മനസ്സിലായി. ഏതിനോട് അടുപ്പിച്ച് വെക്കണം അതിനോടാണ് ഊന്നൽ വരിക എന്ന കാര്യം നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ഇംഗ്ലീഷിനും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഓൺലി എന്നാൽ ഇതിന് തുല്യമായ ഇംഗ്ലീഷ് പദം ഓൺലിയാണ്. ഓൺലി രാജന് മുമ്പിൽ വയ്ക്കുകയാണെങ്കിൽ, രാജനോട് ചേർത്ത് വയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെ വരും, ഓൺലി രാജൻ ടോക്ക് ടു ഹെർ എന്ന് പറഞ്ഞാൽ രാജൻ മാത്രമാണ് അവളോട് സംസാരിച്ചത്. ഇനി ഇത് അവളോട് ചേർത്ത് പറയാൻ വിചാരിക്കുക, രാജൻ ടോക്ക്ഡ് ഓൺലി ടു ഹെർ, ഓൺലി ടു ഹെർ, അവളോട് മാത്രം രാജൻ സംസാരിച്ചു എന്നർത്ഥം വരും.
ഇനി സംസാരിച്ചു എന്നതിനോട് കൂടിയാണ് വെക്കുന്നതായിരിക്കുക. അങ്ങനെയാണെങ്കിൽ രാജൻ അവളോട് സംസാരിക്കുക മാത്രം ചെയ്തു എന്ന് വരും. രാജൻ ഓൺലി ടോക്ക്ഡ് ടു ഹെർ, അങ്ങനെ വരും. മനസ്സിലായല്ലോ? അപ്പോൾ ഊന്നൽ എന്താണെന്ന് മനസ്സിലായി. അങ്ങനെ ഊന്നലാണ് എന്താണെന്ന് മനസ്സിലായല്ലോ? ഊന്നലാണ് നമുക്ക് ഏതിൻ്റെ അഡ്വർബിൻ്റെ മറ്റൊരു ഉപയോഗം എന്ന് മനസ്സിലാക്കുക. ഓക്കെ. ഇനി ധ്വനി എന്ന ആശയം മനസ്സിലാക്കാനായിട്ട് ഞാൻ ചില വാചകം ഒന്ന് വിശദീകരിച്ചു തരാം. ചില വാക്കുകൾ ചേർക്കുമ്പോൾ ആ വാചകത്തിന് ധ്വനി ചിലപ്പോൾ ചില അർത്ഥത്തിന് തന്നെ ഒരു മാറ്റം സംഭവിക്കും. ഉദാഹരണത്തിന് എൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിലുണ്ട ഒരു സംഭവം എന്നോട് പറഞ്ഞു. അതൊന്ന് വിശദീകരിച്ചാൽ അതിൻ്റെ ധ്വനിയുടെ അർത്ഥം ക്ലിയർ ആവും. അപ്പം എൻ്റെ കൂട്ടുകാരന് ജോലിയുണ്ട്, വൈഫിന് ജോലിയുണ്ട്. കാലത്ത് രണ്ടാം തിക്കും തിരക്കടിച്ചിട്ടാണ് ജോലിക്ക് പോവുക. അപ്പോൾ നമ്മുടെ കൂട്ടുകാരൻ അടുക്കളയിൽ അധികം സഹായിക്കില്ല. അപ്പം അതിൽ വൈഫിന് ഗംഭീര പരാതി ഉണ്ട്. ഒരു ദിവസം കൂട്ടുകാരൻ്റെ അമ്മായിമ്മ വന്നിരിക്കുന്ന സമയമാണ്. അപ്പോൾ വൈഫാന്ന് വെച്ചാൽ വളരെയധികം തിക്കും തിരക്കടിച്ച് എങ്ങനെ ഒരുവിധം ബാഗൊക്കെ എടുത്ത് പോകാനുള്ള തിരക്കിലാണ്, വണ്ടി പോകുമെന്ന് പേടിച്ചിട്ട്. അപ്പം ഇങ്ങനെ ഭാര്യ പുറപ്പുറക്കുണ്ട്, ഒന്നും സഹായിക്കില്ല, ഒന്ന് സഹായിച്ച് അടുക്കളയിലൊക്കെ ഒന്ന് സഹായിച്ചു കഴിഞ്ഞാൽ എന്താ വരാൻ പോണെന്നൊക്കെ മട്ടിൽ ഭാര്യ പെറുപെറുക്കുണ്ട്. അപ്പോൾ അന്ന് ആ സമയത്ത് അമ്മായിമ്മ വന്നിരിക്കുന്ന സമയം, അതായത് ഭാര്യയുടെ അമ്മ. അപ്പോൾ ആള് കേക്കൽ പറഞ്ഞു, ഞങ്ങളുടെ അടുത്തുള്ളൊരു പൗലോസ് മാഷുണ്ട്. ആള് ഭാര്യയെ സാരി വരെ തേച്ച് കൊടുക്കും, കഷ്ണം നുറുക്കി കൊടുക്കും, കറി വെച്ച് കൊടുക്കും, ചോറ് പാത്രത്തിലാക്കി കൊടുക്കും. അപ്പോൾ ഈ ജോലിക്ക് രണ്ടുപേരും ജോലിക്ക് ഉണ്ടെങ്കിൽ രണ്ടുപേരും സഹകരിച്ച് പണിയെടുത്താലേ ഇപ്പോൾ പോവുള്ളൂ എന്ന് നമ്മുടെ കൂട്ടുകാരൻ കേക്കൽ പറഞ്ഞു. അപ്പോൾ ഇവനെ കൊള്ളിച്ച് പറഞ്ഞ എനിക്ക് മനസ്സിലായി. അപ്പോൾ ഇവൻ എന്താണ് മറുപടി പറയണ്ടേ എന്നിങ്ങനെ ആലോചിച്ച് നിൽക്കണ നേരത്ത് ഭാര്യ ചീർപ്പ് എടുത്തു കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ അവൻ ചീർപ്പ് എടുത്ത് കൊടുത്തിട്ട് അമ്മ കേക്കല പറഞ്ഞു, ഇവൾക്ക് ചീർപ്പ് വരെ ഞാൻ എടുത്തു കൊടുക്കണം, ചീർപ്പ് വരെ എടുത്തു കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ എന്താ ചെയ്യുക എന്ന് ചോദിച്ചു. അപ്പോൾ ആ ഒരു വാക്ക് ഈ ചുട്ടർ മറുപടി അമ്മായിമ്മയ്ക്ക് അല്ലേ. അപ്പോൾ ഇതിൽ ആ വാചകം നോക്കുക, ആ വര എന്നില്ലാണ്ട് ഈ വാചകം നോക്കുക, ഞാൻ ചീർപ്പ് വരെ എടുത്തു കൊടുക്കണം, ചീർപ്പ് എടുത്തു കൊടുക്കണം, ഒന്നുമില്ല, ഞാൻ ചീർപ്പ് എടുത്തു കൊടുക്കണം. ഞാൻ ചീർപ്പ് വരെ എടുത്തു കൊടുക്കണം എന്ന് പറയുമ്പോഴോ ഈ വീട്ടിലെ സകല പണി ഞാനാ ചെയ്യണമെന്നൊരു ധനി, അത്രയും മടിച്ചാണ് ഭാര്യ നിങ്ങളുടെ മകള് എന്ന ഒരു ധ്വനി അതിന് വരും അല്ലേ. അപ്പോൾ നമ്മൾ പറയുന്ന വാക്കിൻ്റെ ആ നേരായ അർത്ഥം ചെറുതായിട്ടൊന്ന് മാറുന്നതിന് അതിനാണ് ഞാൻ ഒരു ധ്വനി എന്ന് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പോൾ ഇവിടെ വര എന്ന് വരുമ്പോൾ ഉണ്ടാവുന്ന മാറ്റം നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? എന്താ ഉണ്ടാവുക? അപ്പോൾ ഞാൻ ചീർപ്പ് വരെ എടുത്തു കൊടുക്കണം എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥാകെ ഒന്നും മാറി അല്ലേ. അപ്പോൾ അത് നിങ്ങൾക്ക് ധ്വനി എന്താണെന്ന് മനസ്സിലായില്ലേ, ഒരു ഐഡിയ കിട്ടില്ലേ. അപ്പോൾ അഡ്വർബുകൾ ഇവിടെ അഡ്വർബ് ഒന്നുമില്ല കേട്ടോ. അഡ്വർബ് ഇവിടെ വേറെ അർത്ഥത്തിൽ ഉപയോഗിക്കുന്നത് എങ്കിലും അത് അഡ്വർബായിട്ട് ഉപയോഗിക്കുന്ന ഒരു പദമാണ് എന്ന് മാത്രം. അപ്പോൾ അതിൻ്റെയൊക്കെ ഉപയോഗം ഇതാണ്, എന്ത് വാചകത്തിൻ്റെ അതൊന്നും മാറ്റിക്കളയാം, അർത്ഥത്തിൻ്റെ ധ്വനിയൊന്നും മാറ്റിക്കളയാം എന്നുള്ളതാണ്. അതൊന്നും മനസ്സിലാക്കാതെ പറഞ്ഞു എന്നുള്ളൂ. അപ്പോൾ ഈ ആശയം നിങ്ങൾക്ക് പിടികിട്ടി കാണും. അപ്പോൾ അഡ്വർബൽ ഉപയോഗം ഇതിനൊക്കെയാണ്. സ്ഥാനം എങ്ങനെയൊക്കെയാണ് മാറ്റി വയ്ക്കുന്നതിനനുസരിച്ച് വാചകത്തിൻ്റെ ചിലപ്പം അർത്ഥത്തിന് വലിയൊരു മാറ്റം വരുത്താൻ കഴിയും എന്നർത്ഥം. അതൊക്കെ കൂടുതലായിട്ട് നമ്മൾ കണ്ടമാർ റീഡ് ചെയ്യുമ്പോഴാണ് അത് മനസ്സിലാവുക. വായനശീലത്തിൽ വേണം ലഭ്യക്കുക. അത്രയും ഞാൻ ഇതുള്ളൂ. ഇനി ഒരു ഐറ്റം കൂടി നമുക്ക് പഠിക്കാനുള്ള ജാമ്യം എടുത്ത് സംസാരിക്കുന്നതിന് ഉപയോഗിക്കുക. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നേരത്തെ പറഞ്ഞ വാക്യം തർജ്ജമ ഞാൻ അവിടെ എഴുതിയിട്ടുണ്ട്, അങ്ങനെയാണ് ഉപയോഗിക്കുക. അത് തേർഡ് ടൈപ്പിൽപ്പെട്ട ഒരു വാചകമാണ്. പക്ഷേ അതിനെ അത് ഞാൻ വിശദീകരിക്കുമ്പോൾ തേർഡ് ടൈപ്പിൻ്റെ വാചകങ്ങൾ എങ്ങനെ എഴുതുന്നത് കൂടുതൽ വിശദീകരിക്കുമ്പോൾ നമുക്കിത് ക്ലിയർ ആയിക്കോളും. ജാമ്യം എടുത്ത് സംസാരിക്കുക എങ്ങനെയാണ് നമുക്ക് നോക്കാം. അടുത്തായിട്ട് ജാമ്യം എടുത്ത് സംസാരിക്കുന്നതിന് ഉപയോഗിക്കുന്നവ അതെന്തെന്ന് പറയാൻ കാരണം വെച്ചാൽ
നമ്മുടെ വാക്കുകൾക്ക് വളരെ പ്രാധാന്യമുണ്ട്. ശരിയായി സൂക്ഷിച്ച് സംസാരിച്ചില്ലെങ്കിൽ തല്ല് എവിടെ നിന്ന് വരുമെന്ന് പറയാൻ പറ്റില്ല. നമുക്കതറിയാം അല്ലേ? അവന് എല്ലില്ലാഞ്ഞിട്ട് എന്ത് വിളിച്ചു പറയാനൊന്നും പറ്റില്ലേ. അപ്പോൾ നമ്മൾ കരുതലോടെ ചിലപ്പോൾ ജാമ്യം എടുത്ത് സംസാരിക്കേണ്ടി വരും. അപ്പോൾ നമുക്കതൊക്കെ ഒഴിവാക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരിക്കൽ എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു കടക്കാരി ഉണ്ട്. കടക്കാരി മറ്റൊരു പെണ്ണുമായിട്ട് ഭയങ്കര വഴക്ക്. കാരണം എന്താണെന്ന് വെച്ചാൽ കടക്കാരിയുടെ അടുത്ത് വന്ന പെണ്ണിൻ്റെ ഭർത്താവിനെ വിളിച്ച് കടക്കാരി ഇല്ലാത്ത പറഞ്ഞുണ്ടാക്കിയെന്നാണ് പറഞ്ഞത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു തുള്ളി മദ്യം കഴിക്കാത്ത ആ സ്ത്രീയുടെ ഭർത്താവിനെ ഇത് മദ്യം കഴിച്ചു എന്ന് പറഞ്ഞു എന്നാണ് പരാതി. അതിന് പശ്ചാത്തലം ഇതാണ്. അതായത് ഈ ആ സ്ത്രീയുടെ ഭർത്താവ് കടയിലേക്ക് വന്ന് വേറെ 1-2 പേരൊക്കെ ഉണ്ടായിരുന്നു. ആ കടയിലേക്ക് വന്ന നേരത്തെ ആൾ അല്പം ആടി അടിച്ച് വന്ന് സംസാരിക്കുന്നത് അല്പം അബ്നോർമലായിട്ട് സംസാരിച്ചു, സാധനമൊക്കെ മേടിച്ച് പോയി. അപ്പോൾ വാസ്തവത്തിൽ ഈ കടക്കാർ വിചാരിച്ചു ഇങ്ങനെ അടിയടി നടക്കുന്നതും അസാധാരണമായ രീതിയിൽ സംസാരിക്കുന്നതും മദ്യപിച്ചിട്ടാണെന്ന് തെറ്റിദ്ധരിച്ചു. അപ്പോൾ ആള് നന്നായി കുടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അത് നന്നായി മദ്യപിച്ചിട്ടുണ്ട് അർത്ഥത്തിൽ ഞാൻ പറഞ്ഞു. അപ്പോൾ നമ്മളത് കൃത്യമായിട്ട് അറിയാനുണ്ട്. കാരണം ആൾക്ക് പ്രഷറിൻ്റെ അസുഖം ഉണ്ടായിരുന്നു. പ്രഷറിൻ്റെ അസുഖം അല്പം ഒന്ന് ആടി നടക്കും. അപ്പോൾ ചിലപ്പം ഈ അബ്നോർമൽ സംസാരിക്കും. പ്രഷർ തലക്കടിച്ച സമയത്ത് വന്നപ്പോഴാണ് അത് ഉണ്ടായത്. അതായിരുന്നു കാരണം. അപ്പോൾ നമുക്ക് ഉറപ്പില്ലാത്ത സമയത്ത് നമ്മൾ എന്ത് പറയാൻ പാടില്ലേ? അത് മദ്യം കഴിച്ചിട്ടുണ്ട്, ലിക്കർ കഴിച്ചിട്ടുണ്ട് എന്ന് അത് അങ്ങനെ അങ്ങോട്ട് കൃത്യമായിട്ട് ഉറപ്പില്ലാത്ത കാര്യം ഉറപ്പില്ലാത്ത പറയാനും പാടുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് വഴക്കുണ്ടാകുന്നത്. അത് നമ്മൾ ആ സ്ത്രീ പറഞ്ഞ വാചകം ബോർഡിൽ എഴുതി കാണിക്കുമ്പോൾ അത് നിങ്ങൾക്ക് ക്ലിയർ ആവും. അത് നമുക്ക് നോക്കാം. കടക്കാർ പറഞ്ഞത് അയാൾ മദ്യം കഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അതാണ് പ്രശ്നമായത്. നമുക്ക് അങ്ങനെ പറയാൻ പാടില്ല. കാരണം ഉറപ്പില്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയണം. നമ്മൾ ഒരു പക്ഷേ അയാൾ മദ്യം കഴിച്ചിട്ടുണ്ടാകാം, അങ്ങനെ മലയാളത്തിൽ പറയാം അല്ലേ? ഒരു പക്ഷേ എന്ന് ചേർത്ത മതി. ഒരു പക്ഷേ അയാൾ മദ്യം കഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഉറപ്പില്ലേ? ഞാൻ കല്ല് കഴിച്ചുമല്ലേ, ഒരു പക്ഷേ ഉണ്ടെന്ന് പറഞ്ഞിട്ടുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ മലയാളത്തിൽ ആകാമെന്ന് വെച്ചാൽ ഇംഗ്ലീഷിൽ അങ്ങനെ വരില്ലേ? ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു തർജ്ജമ ചെയ്യുള്ളൂ. ഒരു പക്ഷേ അയാൾ മദ്യം കഴിച്ചിട്ടുണ്ട് എന്ന വാചകമാണ് സാധാരണ അതിന് തുല്യമായ ഇംഗ്ലീഷ് വാചകമാണ് ഉണ്ടാക്കുക. അപ്പം ഇവിടെ ഒരു പക്ഷേ എന്നുള്ളത് ചേർത്താൽ ഈ പ്രശ്നം തീരുമായിരുന്നു. ഞാനൊന്നും പറഞ്ഞില്ല, അതൊരു സംശയം പറഞ്ഞതല്ലേ എന്ന് വരുള്ളൂ. അപ്പോൾ അങ്ങനെ ഉപയോഗിക്കുന്ന അഡ്വർബ് ഒരു പെർഹാപ്സ്. അപ്പോൾ ഇവിടെ എന്ത് ചേർത്താൽ മതി? ഒരു പക്ഷേ എന്ന് ചേർത്താൽ മതി. മലയാളത്തിൽ ഒന്നൊരു ഭംഗിക്ക് ഒരു ആകാമെന്ന് ചേർക്കും. അല്ലെങ്കിൽ ഒരു പക്ഷേ അയാൾ മദ്യം കഴിച്ചിട്ടുണ്ട് എന്ന് പറയുക, അല്ലെങ്കിൽ ഒരു പക്ഷേ മദ്യം കഴിച്ചിട്ടുണ്ടാകാം എന്ന് പറയുക. അതിന് ഇംഗ്ലീഷ് എന്തായാലും പെർഹാപ്സ് എന്ന് ചേർത്തിട്ടുള്ളതാണ്. പെർഹാപ്സ് ഇതിൻ്റെ തർജ്ജമ ഇതാണ്. പെർഹാപ്സ് he has taken liquor. Perhaps he has taken liquor എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു, പ്രശ്നം തീർന്നു. അപ്പോൾ ഈ പെർഹാപ്സ് പോലുള്ള വാചകങ്ങൾ ഒരു അഡ്വർബാണ്. ഇത് കണ്ട, ഇത് ഫ്രണ്ടിലാണ് വരുന്നത്, മനസ്സിലായേ? അപ്പോൾ മൊത്തത്തിൽ നമ്മൾ എന്താണ് അഡ്വർബുകളുടെ ഉപയോഗം എന്ന് കണ്ടു കഴിഞ്ഞു അല്ലേ? നിങ്ങൾ മൊത്തത്തിൽ ഇതിന് എന്താണ് മനസ്സിലാക്കിയത്? ഇതുവരെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, രണ്ടാമത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ഫ്രണ്ടിൽ വെക്കുന്ന ഇടയിൽ വെക്കുന്നതിനെ കുറിച്ചിട്ട് അതൊന്നും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക.